പഠിച്ച പണി 18ഉം പയറ്റിയ ഒരു പെയിൻറ്റിംഗ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇത് കണ്ട് പെയിൻറ്റ് വേസ്റ്റാക്കി എന്ന് പറഞ്ഞ് ആരും ചീത്ത പറയരുത് പ്ലീസ്. ഒരു ആർട്ടിസ്റ്റിന് ഓരോ ആർട്ട് വർക്കിന് പിന്നിലും അദ്ദേഹം ചെയ്ത ആ ഒരു പ്രോസസ്സിൻ്റെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ഫൈനൽ പെയിൻറ്റിങ് മാത്രം കാണുന്ന ഒരാൾക്ക് ആ ഒരു പ്രോസസ്സ് അതിൻ്റേതായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. സ്ട്രെച്ച്ഡ് ക്യാൻവാസിൽ അക്രിലിക് പെയിൻറ്റിങ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഫൈൻ ടച്ച് എന്നുള്ള ബ്രാൻഡിൻ്റെ സ്പ്രേസും യൂസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യും മുൻപ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ചെറിയൊരു അനൗൺസ്മെൻറ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് അക്രിലിക് പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്നത്. എന്നിരുന്നാൽ കൂടി നിങ്ങൾ മുൻപ് ഏതെങ്കിലും ഒരു പെയിൻറ്റിങ് മീഡിയം ട്രൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കളർ പെൻസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ചിത്രങ്ങൾ പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ കുറച്ച് ടെക്നിക്സ് പഠിച്ചു കഴിഞ്ഞാൽ 20 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കും. 20 ദിവസം കൊണ്ട് 10 ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കുന്ന നമ്മുടെ പെയ്ഡ് ഓൺലൈൻ ക്ലാസ് ആയ ബേസിക്സ് ഓഫ് അക്രിലിക് പെയിൻറ്റിംഗ് എന്ന കോഴ്സിലെ അഡ്മിഷൻസ് ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് അക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ ടെക്നിക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്രിലിക് പെയിൻറ്റിങ് സ്റ്റൈൽസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഈ കാണിച്ച പെയിൻറ്റിങ്ങെല്ലാം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന പെയിൻറ്റിങ്സ് ആണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ അഡ്മിഷൻ ടീമിനെ കോൺടാക്ട് ചെയ്യുക. അവർ ജോയിൻ ചെയ്യാനുള്ള സ്റ്റെപ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്താണ് അക്രിലിക് പെയിൻറ്റ്? നമുക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. Acrylic paint is a fast-drying paint made of pigment suspended in acrylic polymer emulsion and plasticizers, silicone oils, defoamers, stabilizers, or metal soaps. Acrylic paints are water-soluble but become water-resistant when dry. കറക്റ്റാണ്. നമ്മൾ ഇവിടെ ചെയ്യുന്ന ഈ ഒരു പെയിൻറ്റിങ് ഓരോ ലെയറും പെട്ടെന്ന് ഉണങ്ങുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി 2 ദിവസം എടുത്ത് ഞാൻ ഈ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് കണ്ടിട്ട് തിരിച്ചു വരാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജാക്സ് എന്ന ബ്രാൻഡിൻ്റെ സ്ട്രെച്ച്ഡ് ക്യാൻവാസ് ആണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 36x36 ഇഞ്ചാണ്. അപ്പോൾ അത്യാവശ്യം സൈസുള്ള ഒരു ക്യാൻവാസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊരു വുഡൻ ഈസലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന പെയിൻറ്റിങ് ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞാനിത് പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ ചെയ്തിട്ടില്ല. ഡയറക്റ്റ്ലി എൻ്റെ ഒരു ഫോട്ടോ നോക്കിയിട്ട് അത് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഡാർക്ക് ബ്ലൂ കളർ ഉപയോഗിച്ചിട്ടാണ് ഔട്ട്ലൈൻ ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചിലപ്പോൾ അത് കറക്റ്റായി വന്നെന്ന് വരില്ല. ചിലപ്പോൾ മൂക്കിൻ്റെ പൊസിഷനും സൈസൊക്കെ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിട്ടും വരും. പക്ഷേ ആ പെയിൻറ്റിങ് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത്, പെയിൻറ്റിങ് തുടർന്ന് അങ്ങോട്ട് പെയിൻറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ആ മിസ്റ്റേക്സ് എല്ലാം തിരുത്തി ഫൈനൽ റിസൾട്ട് നല്ല കറക്റ്റാക്കി കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് മെത്തേഡാണ് ഞാൻ അക്രിലിക് പെയിൻറ്റിങ്ങിലെ ആദ്യകാലം മുതൽ ഞാൻ സ്വീകരിച്ച് വന്നിട്ടുള്ളത്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്നാണ് പറയുക. പെയിൻറ്റിങ്ങിൻ്റെ ഓരോ സ്റ്റേജിൽ നമുക്ക് വന്നിട്ടുള്ള തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടും. ഈ ഒരു പെയിൻറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ആരും നോക്കിയാലും കണ്ണടിച്ച് പോകുന്ന കളേഴ്സ് യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഗ്രീനും യെല്ലോയിഷ് ആയിട്ടുള്ള ഗ്രീനും അതുപോലെ തന്നെ ഓറഞ്ചും നല്ല ഡാർക്ക് റെഡൊക്കെയാണ് യൂസ് ചെയ്തത്. കണ്ണടിച്ച് പോകുന്ന കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരാളുടെ ഫേസ് പോലെ, ഒരാളുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസ് പോലെ തോന്നിക്കണം. അപ്പോൾ ഞാനിവിടെ സെൽഫ് പോർട്രേറ്റ് ആണ് ചെയ്യുന്നത്. എൻ്റെ തന്നെ ഫേസാണ് വരയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ലൈറ്റ് ആൻഡ് ഷാഡോൻ്റെ ഒരു കളിയാണ്. ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഡിഫറെൻ്റ് ആണെങ്കിലും നമ്മൾ വരയ്ക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് കറക്റ്റ് ആണെങ്കിൽ, അതിൽ കൊടുക്കുന്ന ലൈറ്റ് ആൻഡ് ഷാഡോ കറക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഫീൽ വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ കളർഫുള്ളായിട്ട് എൻ്റെ ഫേസ് വരുന്ന ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആക്കി. ഇനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ചു. അത് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു ഐറ്റം എൻ്റെ കയ്യിൽ കിട്ടിയത്. മോൺട്ട്മാർട്ട് എന്ന ബ്രാൻഡിൻ്റെ 450 രൂപ വില വരുന്ന അക്രിലിക് പോറി മീഡിയമാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി ലിക്വിഡ് ടൈപ്പ് ആയിട്ടുള്ള അക്രിലിക് പെയിൻ്റ് ആണ്. സിംപ്ലി പറയുകയാണെങ്കിൽ 4 ഡിഫറെൻറ്റ് കളേഴ്സാണ് ഈ ഒരു പാക്കറ്റിൻ്റെ അകത്തുള്ളത്. ഞാനിത് പതിയെ ഒരു കപ്പിലൊക്കെ ഒഴിച്ച് ഒരു ഫ്ലൂയിഡ് ആർട്ട് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. പക്ഷേ ഒരു പണിവാളിയെ പോലെ തോന്നുന്നുണ്ടാ. अपने
പണി പാളിയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കി എൻ്റെ ഫേസ് ഓൾറെഡി ഭയങ്കര കളർഫുള്ളാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടും അതേപോലെ തന്നെ കളർഫുൾ ആക്കി കഴിഞ്ഞാൽ മെയിൻ ഒബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടാവില്ല. കാണുന്ന ആൾക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നും. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആക്കിയിടാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സിൽവറിൻ്റെ സ്പ്രേ ആണ് എടുത്തത്. ഫൈൻ ടച്ച് എന്നുള്ള ബ്രാൻഡിൻ്റെ സിൽവർ സ്പ്രേ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയ റിസൾട്ടാണ് കിട്ടിയത്. അങ്ങനെ ഒട്ടും പ്ലാൻ ചെയ്യാതെ നമുക്ക് ഈ ഒരു ടെക്സ്ചർ കിട്ടി. നമ്മൾ ആദ്യം കൊടുത്ത ഒരുപാട് അക്രലിക് ലേയേഴ്സും നമ്മൾ സ്പ്ലാറ്റർ ചെയ്ത പെയിൻറ്റും അതിൻ്റെ മുകളിൽ അടിച്ച സിൽവർ സ്പ്രേ ഒക്കെ കാരണം ഒരു വെറൈറ്റി ടെക്സ്ചർ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാതെ ഇതുപോലുള്ള റിസൾട്ടുകൾ നമ്മുടെ പെയിൻറ്റിങ്ങിൽ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ വീണ്ടും കോൺഫിഡൻസ് ആയി ബാക്ക് ഓൺ ട്രാക്ക്. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് പാറ്റേൺസ് അതിൽ കൊണ്ടുവരാനായിട്ട് ഞാനൊരു കുപ്പിയുടെ അടപ്പ് എടുത്തിട്ട് അത് പെയിൻറ്റിൽ മുക്കി ചെറിയ സർക്കിൾസ് എൻ്റെ ഫേസിൻ്റെ ചുറ്റും ഫേസിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.